ഹായ് ഫ്രണ്ട്സ്, നിങ്ങളീ കാണുന്നത് കസ്തൂരി മഞ്ഞളാണ്. നല്ല വയനാടൻ പച്ച മഞ്ഞളാണ് നിങ്ങളീ കാണുന്നത്. മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. മെഡിസിനായിട്ടും സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം ടൗണിൽ ഈ മഞ്ഞൾ ലഭിക്കുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ, പേരെങ്ങനെയാണ്? വിനോദ്. ഇപ്പോൾ ഇത് ഇവിടെ നമ്മൾ കസ്തൂരി മഞ്ഞൾ, വയനാടൻ മഞ്ഞൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇത് പിന്നെ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്നത് കുടമഞ്ഞൾ എന്നാണ്. വയനാട് അറിയപ്പെടുന്നത് കസ്തൂരി മഞ്ഞൾ എന്നാണ്. പക്ഷെ ഇത് വയനാട് നമുക്ക് കാണിക്കാറ് വരെ കൊണ്ടുതരും. എല്ലാ വനത്തിലെ സാധനങ്ങളാണ്. വനത്തിലെ ഇപ്പോൾ കാണിക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. അല്ല, നാട് ഇവിടുത്തെ ഒരു സാധനങ്ങൾ ഞാൻ വാങ്ങിക്കത്തില്ല. അതിന് വിഷമുള്ളതിന്റെ പേരിൽ ഞാൻ പിന്നെ അതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. അപ്പോൾ എത്ര വർഷം കൊണ്ട്? 19 വർഷം കഴിഞ്ഞു. 20 വർഷം. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നമുക്ക് വേറെ ഇല്ല. വേറെ ഇപ്പോൾ ഉണ്ടായിരുന്നു. സ്റ്റാച്യൂവിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവരുണ്ടായില്ലെന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എരിവില്ലാത്ത കസ്തൂരി മഞ്ഞളാണ് ഇത്. പക്ഷേ എല്ലാവരും വെള്ള കസ്തൂരി പറഞ്ഞ് നടക്കും. കസ്തൂരി മഞ്ഞൾ വെള്ളയുണ്ട്, ഇതുമുണ്ട്. പക്ഷേ ചിലത് കൂവയുണ്ട്. അങ്ങനെയുള്ള ഐറ്റങ്ങൾ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന്റെ ഉപയോഗങ്ങളൊന്ന് പറയാൻ പറ്റും? ഈ ഉണ്ട മഞ്ഞൾ എന്ന് വെച്ചാൽ കറുത്ത പാട്, മുഖക്കുരു, ചിക്കൻ ബോക്സിന്റെ പാട്, ഗർഭിണികൾ, പ്രസവിച്ച് കിടക്കുന്നവർ, ഇവർക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കുടമഞ്ഞൾ എന്നറിയപ്പെടുന്നത്. അതായത് ഏറ്റവും നല്ല മഞ്ഞൾ, എരിവില്ലാത്ത മഞ്ഞൾ. അതായത് എനിക്ക് ഏറ്റവും ചിലവുള്ള മഞ്ഞളാണ് ഈ മഞ്ഞൾ. അത് കഴിഞ്ഞ് പച്ചമഞ്ഞളുണ്ട്. പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ഉപയോഗിക്കാം, ഉള്ളിൽ കഴിക്കാം. അത് ഇവിടുത്തെ മഞ്ഞളണക്കല്ല വയനാട് മഞ്ഞൾ എന്ന് വെച്ചാൽ. വയനാട് മഞ്ഞൾക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ സാധനം തന്നെ എടുക്കുന്നത്. ചെറിയ മഞ്ഞൾ ഇത് വയനാട് മാങ്ങയും ചെയ്യാം. ഇത് എന്ന് വെച്ചാൽ അച്ചാറിടാൻ കൊള്ളാം, പിന്നെ ചമ്മന്തി അരയ്ക്കാൻ കൊള്ളാം, വയറുവേദനയ്ക്ക് എല്ലാത്തിനും ബെസ്റ്റ് സാധനം. അപ്പോൾ ഇതാണ് മാങ്ങഞ്ചി അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ പച്ചമഞ്ഞൾ. അതല്ലാതെ പിന്നെ ഫാഷൻ മുട്ട് വരും. ഈ ഷുഗറിൻ്റെ ഒക്കെ നല്ലതാണ് ഫാഷൻ മുട്ട്. ഞാൻ അങ്ങനെയുള്ള ഐറ്റങ്ങളെ കൊണ്ടുവരുള്ളൂ. പിന്നെ സപ്പോട്ട വരും, പിന്നെ നാടൻ പേരയ്ക്ക് വരും. സൈസുള്ള പേരയ്ക്കല്ല, മീഡിയം ചെറിയ പേരയ്ക്ക്, അത് നാടൻ ഒറിജിനൽ പേരയ്ക്ക്. അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരും. പിന്നെ നാടൻ ഐറ്റം കാട്ടുനെല്ലിക്ക, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഞാൻ എടുക്കും. അല്ല, സീസൺ അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം എടുക്കും. ഇപ്പോൾ വൃശ്ചിക മാസം അപ്പോൾ മഞ്ഞയുടെ സീസണായി വരികയാണ് അവിടെ. അപ്പോൾ മഞ്ഞളാണ് എനിക്കൊരു കൂടുതലൂടെ ചിലവുള്ളത്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ കച്ചവടം മഞ്ഞളിലൂടെ കച്ചവടം വിടില്ല. കാരണം എനിക്ക് സ്ഥിരം കസ്റ്റമർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഗുണം ഉള്ളതുകൊണ്ടാണ് അവർ രണ്ടാമത് വരുന്നത്. അപ്പം ഞാൻ കള്ളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ രണ്ടാമത് വരേണ്ട കാര്യത്തിലാണ്. അവർ കൊണ്ടുപോയിട്ട് ഗുണമുണ്ട്. ഈ അങ്ങാടിക്കടയിൽ ഉണങ്ങിയ സാധനം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പച്ച സാധനം വിൽക്കുന്നത്. കാരണം ഇത് ഒറിജിനൽ സാധനം അപ്പോഴത്തേക്ക് ആർക്കും ഒരു മടിയില്ല. വണ്ടിയിൽ വന്നാൽ എത്ര രൂപ എന്നല്ല ചോദിക്കുന്നത്, അവർ വാങ്ങിച്ചുണ്ടെന്ന് പോവുകയാണ്. ഇത് വയനാടൻ പുളിയാണ്. ഈ പുളി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല. കാരണം ഇവിടുത്തെ പുളിയും കട്ടി കറി കറക്കില്ല. കറി മീഡിയം കറുപ്പായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, ഒരു നുള്ളിട്ടാൽ മതി, നല്ല പുളി കിട്ടും. ഞാൻ ഈ നാടൻ ഐറ്റങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ട് ആൾക്കാർ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുപോയി. അതിനനുസരിച്ച് എനിക്ക് കച്ചവടമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കാട്ടുനെല്ലിക്കാണ് പോകണം. കാട്ടുനെല്ലിക്ക ഷുഗറിനുള്ള ചെറുത്, ഏറ്റവും ചെറിയ നെല്ലിക്ക. അത് ഞാൻ ഇവിടെ കച്ചവടമുള്ളൂ, വേറെ ആരും കച്ചവടം. അങ്ങാടിക്കടയിൽ നിന്ന് ഉണങ്ങിയതാണ് കിട്ടുന്നത്. എന്നെ ഞാൻ ഫ്രഷ് ഓടി കൊണ്ടുവരും. അത് അപ്പോൾ അന്ന് എൻ്റെ പിറ്റേ ദിവസം തന്നെ തീരുകയും ചെയ്യും. ഇത് ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഈ ഉണ്ടമഞ്ഞൾ ഉപയോഗിക്കേണ്ട രീതി എന്തെന്ന് വെച്ചാൽ, ഗർഭിണികളാകുമ്പോൾ വേപ്പല മാത്രം ഉപയോഗിച്ചാൽ മതി. വേപ്പല ഇത് പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. പിന്നെ കുട്ടികളെ ചടങ്ങിന് വേപ്പലയും തൈരുമാണ് നല്ലത്, ചടങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ മുഖത്തെ കറുത്ത പാട്, മുഖക്കുരു, ഇതൊക്കെ പറഞ്ഞാൽ തൈരും വേപ്പലയും കൂടെ തന്നെ ചേർക്കണം. തൈരും വേപ്പലയും മഞ്ഞളോടെ ചേർത്ത് മിക്സിയിലിട്ട് അടിക്കുക, കല്ലിലിട്ട് ഉരച്ച് തേക്കുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഗുണമുണ്ട്. ഒരു കെമിക്കലും ഇല്ലല്ലോ. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ചെറിയ മഞ്ഞൾ ഇതേപോലെ തന്നെ അത് കറിക്ക് ഉപയോഗിക്കാം, കൊച്ചു കുട്ടിയൊക്കെ ഉപയോഗിക്കാം, ഉള്ളിൽ കഴിക്കാം, എന്തുകൊണ്ട് ചെയ്യാം. മഞ്ഞളിൽ ഏറ്റവും നല്ല മഞ്ഞൾ ഈ മഞ്ഞളാണ്. ഇപ്പോൾ എനിക്ക് 2 രൂപ കറിക്ക് ഉപയോഗിക്കാം, ശരീരത്തിൽ പുരട്ടുകയും ചെയ്യാം, എന്തുവേണം ചെയ്യാം. മാങ്ങയും ചെയ്യും, അച്ചാറിടാനും, പിന്നെ ചമ്മന്തി അരയ്ക്കാനും, പച്ചയ്ക്ക് കഴിക്കാനും. ഇത് ഇവിടുത്തെ ഭയങ്കര ശകലം കയ്പെങ്കിലും കാണും. ഇത് അങ്ങനെ കയ്പുള്ളതല്ല. അതെനിക്ക് നല്ല ചിലവുള്ള സാധനം. അങ്ങനെ ഇരിക്കപ്പോഴേ വരുള്ളൂ. ഇതും കൂവക്കിഴങ്ങൊക്കെ അങ്ങനെ ഇരിക്കപ്പോഴേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ തീരെ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാളയം LMS പള്ളിയുടെ മുൻവശത്തെ ഫുട്പാത്തിന് സമീപത്തായിട്ടാണ് വിനോദേട്ടന്റെ ഈ ഒരു ഷോപ്പ് വരുന്നത്. വീഡിയോയിൽ കണ്ടതുപോലെ നല്ല വയനാടൻ പച്ചമഞ്ഞളും പുളിയും മാങ്ങയിഞ്ചിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനോദേട്ടന്റെ ഈ ഒരു ഷോപ്പിൽ വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.